ഈ വർഷത്തെ 5ാം ക്ലാസ് അറബിക് വാർഷിക പരീക്ഷയുടെ ആൻസർ കീ. ഒന്നാമത്തെ ചോദ്യം, നഖ്റ ഉൽ ഹിക്കായത്ത, നമുക്ക് കഥ വായിക്കാം, വനുജീബ് അനിൽ അസ്ഇലത്തി താലിയ, എന്നിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. മസാഅൻ, ഒരു വൈകുന്നേരം, ഖറജ ജാബിറുൻ മഅൽ അസ്തിഖാഇ, ജാബിർ തൻ്റെ കൂട്ടുകാരോടൊപ്പം പുറപ്പെട്ടു, ഇലസൂഖി, അങ്ങാടിയിലേക്ക്. വക്കാന ശാരിഉ മുസ്ദഹിമൻ, റോഡ് തിരക്ക് പിടിച്ചതായിരുന്നു. ഫജ്അത്തൻ, പെട്ടെന്ന്, വസലത്ത് ഹുനാക സയ്യാറത്തുൽ ഇസ്ആഫ്, അവിടെ ഒരു ആംബുലൻസ് എത്തി. ഫീഹ മരീദുൻ, അതിലൊരു രോഗിയുണ്ടായിരുന്നു. യഷ്കൂ മിൻ അലമിൻ ഷദീദിൻ, കഠിനമായ വേദനയാൽ കരയുന്ന ഒരു രോഗി ആ ആംബുലൻസിലുണ്ടായിരുന്നു. വസായിഖു, ഡ്രൈവർ, ലാ യസാലു യുസവ്വിത്തു, മുഴക്കിക്കൊണ്ടേയിരുന്നു. ബൂഖൽ ഇസ്ആഫ്, ആംബുലൻസിൻ്റെ സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സമിഅ ജാബിറുൻ അൽ ബൂഖ, ജാബിർ സൈറൺ കേട്ടു. റഹബ മുസ്രിഅൻ, അവൻ പെട്ടെന്ന് പോയി. മഅ അസ്തിഖാഇഹി, കൂട്ടുകാരോടൊപ്പം. നഹവ സയ്യാറത്തി, ആംബുലൻസിന് നേരെ. വഹയ്യഉ അത്വരീഖ, അവർ വഴിയൊരുക്കി. ബഅദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം. വസലത്തി സയ്യാറത്തു ഇലൽ മുസ്തശ്ഫ, ആംബുലൻസ് ഹോസ്പിറ്റലിലെത്തി. ഉദ്ഖിലൽ മരീദു, രോഗി പ്രവേശിപ്പിക്കപ്പെട്ടു. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ, ICUവിൽ. ഇനി ചോദ്യങ്ങൾ. ഇല ഐന ഖറജ ജാബിറുൻ, ജാബിർ എവിടേക്കാണ് പോയത്, പുറപ്പെട്ടത്? മഅൽ അസ്തിഖായി, കൂട്ടുകാരോടൊപ്പം. ഓപ്ഷൻസ്: ഇലൽ മദ്രസ, സ്കൂളിലേക്ക്. ഇലശാരി, റോട്ടിലേക്ക്. ഇലസൂഖി, അങ്ങാടിയിലേക്ക്. ഉത്തരം ഇലസൂഖി എന്നതാണ്. അടുത്തത്, മൻ ഹയ്യ അത്വരീഖ, ആരാണ് വഴിയൊരുക്കിയത്? ജാബിറും വ അസ്തിഖാഉഹു, ജാബിറും കൂട്ടുകാരും. ഷുർത്തിയുൽ മുറൂർ, ട്രാഫിക് പോലീസ്. അൽ മരീദ്, രോഗി. ഉത്തരം ജാബിറും വ അസ്തിഖാഉഹു, ജാബിറും തൻ്റെ കൂട്ടുകാരുമാണ് വഴിയൊരുക്കിയത്. മൂന്നാമത്തെ ചോദ്യം, കാന ഡേഷ് മുസ്ദഹിമൻ, കാന ആയിരുന്നു, മുസ്ദഹിമൻ തിരക്ക് പിടിച്ചത്. റോഡാണ് തിരക്ക് പിടിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് 3 റോഡ് തന്നെയാണുള്ളത്. എന്നാൽ അവയുടെ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്തുകൾ മാറിയിരിക്കുന്നത് കാണാം. ഒന്നാമത്തെ ഓപ്ഷൻ അശാരി അ എന്നാണ്, രണ്ടാമത്തേത് അശാരി ഒ, മൂന്നാമത്തേത് ഷാരി അൻ. ഇവിടെ കാനയുടെ ഇസ്മായിട്ടാണ് റോഡ് വരുന്നത്, ഷാരി വരുന്നത്. അപ്പോൾ കാനയുടെ ഇസ്മിൻ്റെ ഏറാബ് എന്താണെന്നുള്ളത് അറിയണം. കാനയുടെ ഇസ്മിൻ്റെ ഏറാബ് റഫ് ആണ്. കാനയുടെ ഖബറിൻ്റെ ഏറാബ് നസ്ബാണ്. ഇവിടെ ഷാരി എന്നത് കാനയുടെ ഇസ്മും മുസ്ദഹിമൻ എന്നത് കാനയുടെ ഖബറുമാണ്. മുസ്ദഹിമൻ എന്ന ഖബറിന് ഏറാബ് നസ്ബായതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ മീമിന് ഫത്ഹ് ചെയ്തിരിക്കുന്നു. ഇനി ഷാരി എന്ന ഇസ്മിന്, കാനയുടെ ഇസ്മിന് റഫ് ആണ് ഏറാബ്. ഏറാബ് റഫ് ആകുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ് നൽകേണ്ടത്. ഇവിടെ ലമ്മ് നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതാണ് ശരി ഉത്തരം. കാന ശാരിഉ മുസ്ദഹിമൻ, റോഡ് തിരക്ക് പിടിച്ചതായിരുന്നു. അടുത്തത്, മാതാ സമയ ജാബിറുൻ, ജാബിർ എന്താണ് കേട്ടത്? അന്നിദാ, വിളി. അസുറാഹ, നിലവിളി. അൽ ബൂഖ, സൈറൻ. ബൂഖാണ് ശരി ഉത്തരം. ഇഖ്തർ മിനൽ നസ്രി, നസ്സിൽ നിന്നും. നസ് മീൻസ് പാഠഭാഗം, നമ്മൾ വായിച്ച കഥ. അതിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജംഅ സ്വദീഖ്, സ്വദീഖ് എന്ന പദത്തിൻ്റെ ജംഅ, ബഹുവചനം. സ്വദീഖിൻ്റെ ജംഅ അസ്ദിഖാ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, നുക്മിലുൽ ഹിവാറ, നമുക്ക് സംഭാഷണം പൂരിപ്പിക്കാം. റജ ജാബിറുൻ, ജാബിർ മടങ്ങി. ഇല മൻസിലിഹി, തൻ്റെ വീട്ടിലേക്ക്. മുതഅഖിറൻ, വൈകിട്ട്. ഫദാറ ബൈനഹു വ ബൈനൽ ഉമ്മി ഹിവാറുൻ, അപ്പോൾ അവനും അവൻ്റെ ഉമ്മയ്ക്കുമിടയിൽ ഒരു ഹിവാർ നടന്നു. നുഇദ്ദുൽ ഹിവാറ, ആ ഹിവാർ നമുക്ക് തയ്യാറാക്കാം. ഹിവാർ തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു കള്ളിയിൽ 3 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതാദ്യം വായിച്ചു നോക്കാം. ലിമ തഅഖർത, നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? അടുത്തത്, മാദാ ഫഅൽത, നീ എന്താണ് ചെയ്തത്? ഐന കുൻത യാ ബുനയ്യ, മോനെ നീ എവിടെയായിരുന്നു? ഈ 3 സെൻറ്റൻസുകളാണ് നമ്മളിവിടെ വെക്കേണ്ടത്. ഹിവാർ നോക്കാം. ജാബിർ, അസ്സലാമു അലൈക്കും. അൽ ഉമ്മ്, ഇവിടെ വഅലൈക്കും സലാം എന്ന് വെക്കുക. അതിനുശേഷം ഇവിടെ എന്തോ ചോദിക്കുന്നുണ്ട്. ചോദ്യമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ ഒരു ചോദ്യചിഹ്നം കാണാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമാണ് ഉമ്മ ചോദിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ജാബിർ അതിന് കൊടുത്ത മറുപടി നോക്കിയാൽ മതി. കുൻതു ഫിസ്സൂഖി, അതാണ് ജാബിർ കൊടുത്ത മറുപടി. ഞാൻ അങ്ങാടിയിലായിരുന്നു. അപ്പോൾ ഉമ്മ ചോദിച്ചിട്ടുണ്ടാവുക, ഐന കുൻത യാ ബുനയ്യ, മോനെ നീ എവിടെയായിരുന്നു എന്നതാണ്. അപ്പോൾ അതിവിടെ എഴുതുക.
കുന്തു ഫിസൂഖ്, ഞാൻ അങ്ങാടിയിലായിരുന്നു. അടുത്തതും ഉമ്മ എന്തോ ചോദിച്ചതാണ്. അത് എന്താണെന്ന് മനസ്സിലാകാൻ ജാബിർ കൊടുത്ത മറുപടി നോക്കാം. റഅയ്തു മരീളൻ, ഞാനൊരു രോഗിയെ കണ്ടു. യഷ്കൂ മിൻ അലമിൻ ശദീദിൻ, കഠിനമായ വേദനയാൽ കരയുന്ന ഒരു രോഗിയെ ഞാൻ കണ്ടു. അപ്പോൾ ഉമ്മ ചോദിച്ചിട്ടുണ്ടാവുക ലിമത അഖർത്ത എന്നതായിരിക്കണം. മാതാ ഫഅൽത എന്ന ചോദ്യത്തിന് ഈ ഒരു ഉത്തരം പറയില്ല. ലിമത അഖർത്ത എന്ന ചോദ്യമാണ് ഇവിടെ വേണ്ടത്. എന്തുകൊണ്ടാണ് നീ വൈകിയത്? അപ്പോൾ ഉത്തരം പറയുന്നു, ഞാനൊരു രോഗിയെ കണ്ടു. അപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, എന്തോ ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ജാബിർ പറയുന്ന ഉത്തരം ഹയ്യന അത്വരീഖ, ഞങ്ങൾ വഴിയൊരുക്കി, ലി സയ്യാറത്തിൽ ഇസ്ആഫ്, ആംബുലൻസിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത് എന്നതാണ് ചോദ്യം. ഇനി അത് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ, അത് എടുത്തെഴുതുക. മാതാ ഫാൽത്ത, നീ എന്ത് ചെയ്തു? ഉത്തരം ഹയ്യന അത്വരീഖ, ഞങ്ങൾ വഴിയൊരുക്കി, ലി സയ്യാറത്തിൽ ഇസ്ആഫ്, ആംബുലൻസിന്. ഹൽ ഹുനാക ഷുർത്തിയുൽ മുറൂർ, അവിടെ ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നോ? ട്രാഫിക് പോലീസ് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജാബിർ മറുപടി നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. ലാ യാ ഉമ്മി എന്ന് എഴുതിയാൽ മതി. ഇല്ല ഉമ്മ. അപ്പോൾ അല്ലുമ്മ അഹ്സൻ തയ്യാബനിയ, നീ ചെയ്തത് വളരെ നന്നായി മോനെ. അടുത്തത് നുക്മിലുൽ ജുമല, ജുംലകൾ പൂർത്തിയാക്കാം. ബിവദഇ സീഗത്തിൻ സഹീഹത്തിൻ, ശരിയായ രൂപം വെച്ചുകൊണ്ട്. ലിൽ അഫ്ആലി, ഫിഅലുകളുടെ, മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും. ബ്രാക്കറ്റിൽ ഫിഅലുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ആ ഫിഅലുകളുടെ ശരിയായ രൂപമാണ് നമ്മളിവിടെ വെക്കേണ്ടത്. ഒന്നാമത്തത് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. അന അഗ്സിലുൽ യദ, ഞാൻ കൈ കഴുകുന്നു. യഗ്സിലു എന്നതാണ് ബ്രാക്കറ്റിലുള്ളത്. മുമ്പിൽ വന്നിരിക്കുന്നത് ഞാൻ, അന എന്നുള്ള വാക്കാണ്. അനയായതുകൊണ്ട് യഗ്സിലു എന്ന് പറയില്ല. കാരണം യഗ്സിലു എന്നതിൻ്റെ അർത്ഥം അവൻ കഴുകുന്നു എന്നാണ്. മുളാറത്തിന്റെ അക്ഷരമായ യാ മുമ്പിൽ വരികയാണെങ്കിൽ അവൻ ചെയ്യുന്നു എന്ന അർത്ഥം വരും. താ ആണ് വരുന്നത് എങ്കിൽ അവൾ അല്ലെങ്കിൽ നീ എന്നുള്ള അർത്ഥം കിട്ടും. ഹംസയാണെങ്കിൽ ഞാൻ എന്നുള്ള അർത്ഥം, നൂനാണെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള അർത്ഥം. അപ്പോൾ ലമീറുകൾ നോക്കിയിട്ട് അതിനനുസരിച്ച് മുളാറത്തിന്റെ അക്ഷരങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തണം. ഇവിടെ അന എന്നതാണ് ലമീർ, ഞാൻ എന്നത്. അപ്പോൾ യഗ്സിലു എന്ന് പറയില്ല, പകരം ഹംസ വെക്കേണ്ടതാണ്. അപ്പോൾ അഗ്സിലു എന്നായി. അടുത്തത് നെഹനു, ഞങ്ങൾ, ലമീർ ഞങ്ങളാണ്. അപ്പോൾ ഡാഷ് അൽമാ, വെള്ളം, ഞങ്ങൾ വെള്ളം കുടിക്കുന്നു എന്നാണ് വേണ്ടത്. ഞങ്ങൾ കുടിക്കുന്നു എന്ന് ആക്കാൻ വേണ്ടി യാ മാറ്റിയിട്ട് നൂന് വെക്കണം. അപ്പോൾ നെഹനു നഷ്റബുൽ മാ, ഞങ്ങൾ വെള്ളം കുടിക്കുന്നു. അടുത്തത് അന, ഞാൻ, ഡാഷ് മാസുമലായി, കൂട്ടുകാരോടൊപ്പം. ഇവിടെ മുലാരിയായ ഫെയിലല്ല, ഇവിടെ മാലിയായ ഫെയിലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് മാലിയായ ഫീൽ തന്നെ ഇവിടെ വെക്കാം. റഹബ എന്നതാണ് മാലിയായ ഫീൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. റഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. ഇവിടെ ഉള്ളത് ഞാനാണ്, അനയാണ്. അപ്പൊ ഞാൻ പോയി എന്ന് പറയാൻ വേണ്ടി റഹബ എന്നുള്ളത് മാറ്റിയിട്ട് റഹബ്തു എന്നാക്കണം. ഞാൻ പോയി. അന ഡാഷ് അൽ ഫത്തൂറ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലെങ്കിൽ കഴിക്കുന്നു, അതാണ് വേണ്ടത്. യതനാവലു മീൻസ് അവൻ കഴിക്കുന്നു, ഞാൻ കഴിക്കുന്നു എന്ന് ആക്കാൻ വേണ്ടി യാ മാറ്റിയിട്ട് ആ വെക്കുക. അപ്പോൾ അന അത്തനാവലുൽ ഫുത്തൂറ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അടുത്തത് നെഹനു, ഞങ്ങൾ, ഡാഷ് അലൽ മഖാദി, ബെഞ്ചിന്റെ മേൽ ഞങ്ങൾ, ജലസ, ഇരുന്നു. ഇവിടെ മാലിയായ ഫീലാണുള്ളത്. അതുകൊണ്ട് നമുക്ക് മാലിയായ ഫീലിനെ ഞങ്ങൾ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി അവസാനത്തെ ജലസ എന്നുള്ളതിനെ ജലസ്ന എന്ന് ആക്കിയാൽ മതി. നെഹ്നു ജലസ്ന, ഞങ്ങൾ ഇരുന്നു, അലൽ മഖാദി, ബെഞ്ചിന്റെ മേൽ. അടുത്തത് നെഹ്നു ഡാഷ് ഇമ്രഅത്തൻ ഫഖീറത്തൻ, ഇമ്രഅത്തുൻ എന്നല്ല ഇമ്രഅത്തൻ എന്നാണ് വേണ്ടത്. ഞങ്ങളൊരു ഫഖീറത്തായ ഇമ്രഅത്തിനെ, സ്ത്രീയെ കണ്ടു. അവിടെ റഅ, കണ്ടു എന്നുള്ളത് ഞങ്ങൾ കണ്ടു എന്നാക്കാൻ വേണ്ടി റഅയ്ന എന്ന് ചേർക്കണം. ഇത് ശരിയായ രൂപത്തിൽ പഠിക്കാൻ വേണ്ടി ഇത് ശരിയായ രൂപത്തിൽ ചേർക്കുന്നത് പഠിക്കാൻ മാലിയുടെയും മുലാരിയുടെയും, മാലിയായ ഫീലിൻ്റെയും മുലാരിയായ ഫീലിൻ്റെയും തസ്രീഫ്, സർഫാക്കൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം, നുക്മിലുൽ ഫിഖറത, പാരഗ്രാഫ് പൂരിപ്പിക്കാം. ബി കിതാബത്തിൽ കലിമാത്തിൽ മുവാഫഖത്തി ലിസ്വർ, ചിത്രങ്ങൾക്ക് അനുയോജ്യമായ വാക്കുകൾ എഴുതിക്കൊണ്ട്. യൗമൻ, ഒരു ദിവസം. ഖറജ ജാബിറുൻ, ജാബിർ പുറപ്പെട്ടു. ഇല, ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നു. ഈ ചിത്രത്തിന്റെ പേരാണ് എഴുതേണ്ടത്. ഇതൊരു പട്ടണത്തിന്റെ ചിത്രമാണ്.
ഇതൊരു മാർക്കറ്റിൻ്റെ അങ്ങാടിയുടെ ചിത്രമാണ്. അപ്പോൾ അങ്ങാടിയിലേക്ക് ജാബിർ പോയി എന്നാണ് പറയേണ്ടത്. യോമൻ ഖറജ ജാബിറുൻ ഇല സൂഖി. അടുത്തത് വലമ്മ വസല, അവൻ എത്തിയപ്പോൾ. ഇല ഡാഷ്, ഇല ഈ ചിഹ്നം കാണിക്കുന്നത് ജംഗ്ഷന്റെ സൂചകമായിട്ടാണ്. ജംഗ്ഷൻ അറബിയിൽ പറയുക അൽ മഫ്രഖ് എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത്. വലമ്മ വസല ഇലൽ മഫ്രഖി, അവൻ മഫ്രഖിൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ. ലമ അള്ളോ ഉൽ അഹ്മർ, ചുവന്ന പ്രകാശം മിന്നി, ചുവന്ന പ്രകാശം തെളിഞ്ഞു. എവിടെ? ഫി, ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് ട്രാഫിക് സിഗ്നലാണ്. അതിന് അറബിയിൽ ഇഷാറത്തുൽ മുറൂർ എന്നാണ് പറയുക. ഫി ഇഷാറത്തിൽ മുറൂരി. വബഅദ ബുർഹത്തിൻ, അല്പസമയത്തിന് ശേഷം. അല്ലാ അലൗനുൽ അഖ്ലർ, പച്ച നിറം കത്തി. ഫിൽ ഇഷാറത്തി, ഇഷാറത്തിൽ സിഗ്നലിൽ. വസാറ ഇലൽ അമാം, അങ്ങനെ അവൻ മുമ്പോട്ടേക്ക് പോയി. വകാനൽ മുഷാത്തു, കാൽനടയാത്രക്കാർ. യഅബുറൂന അല മഅബരിൽ മുഷാത്ത്, ഇത് മഅബറുൽ മുഷാത്താണ്, സീബ്ര ലൈൻ. കാനൽ മുഷാത്തു, കാൽനടയാത്രക്കാർ. യഅബുറൂന മുറിച്ചു കടക്കുന്നുണ്ടായിരുന്നു. അല മഅബരിൽ മുഷാത്ത്, മഅബറുൽ മുഷാത്തിൽ കൂടെ. വസല ഇല സൂഖി, അവൻ മാർക്കറ്റിലെത്തി. ഔഖഫ സയ്യാറത്തഹു, തൻ്റെ കാറ് നിർത്തി. ഫി മിൻതഖത്തിൽ വഖൂഫ്, ഈ ചിഹ്നം കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ എന്നുള്ളതിനാണ്. അപ്പോൾ ഫി മിൻതഖത്തിൽ വഖൂഫ്, പാർക്കിംഗ് ഏരിയയിൽ തൻ്റെ കാർ നിർത്തി. വമശ ഇല മഹലിൽ അഖ്ബിഷ, എന്നിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി. അടുത്തത് നുൻഷി ഉൽ ജുമല കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ ജുംലകൾ ഉണ്ടാക്കാം. മുസ്തഖദിമൻ അൽ ഫിഅല അൽ ഫായില, ഫിഅലോ ഫായിലോ ഉപയോഗിച്ചുകൊണ്ട് ഉദാഹരണത്തിലുള്ളതുപോലെ ജുംലകൾ ഉണ്ടാക്കാം. ഉദാഹരണത്തിലുള്ളത് ഖറഅ ജാബിറുൻ, ജാബിർ വായിച്ചു എന്നതാണ്. അപ്പോൾ ഖറഅ എന്നുള്ളത് ഫിഅലാണ്, ജാബിറുൻ എന്നുള്ളത് ഫായിലാണ്. അതേപോലെ ഫീല് വിട്ടുപോയവ ജുംലയ്ക്ക് ഫീലുകളും ഫായില് വിട്ടുപോയ ജുംലയ്ക്ക് ഫായിലുകളും ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത് ശരിബത്ത്, കുടിച്ചു. ഫിഅൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിനൊരു ഫായില് വെക്കണം. ആരാണ് കുടിച്ചത്? അതാണ് ഫായില്. ശരിബത്ത് ബിന്ദുൻ, ഒരു പെൺകുട്ടി കുടിച്ചു. ബിന്ദുൻ എന്ന ഫായില് നമ്മളിവിടെ വെച്ചു കൊടുത്തു. അതേപോലെ രണ്ടാമത്തതിൽ ഫായില് പറഞ്ഞിട്ടുണ്ട്, ഫെയില് പറഞ്ഞിട്ടില്ല. ഏത് ഫെയില് വേണമെങ്കിലും വെക്കാം. അർ റജുലു, പുരുഷൻ, അതാണ് ഫായില്. പുരുഷൻ എന്ത് ചെയ്തു? ദഹബ, പോയി. ദഹബ റജുലു, പുരുഷൻ പോയി. അടുത്തത് ഫെയില് പറഞ്ഞിരിക്കുന്നു, ഫായില് വെക്കണം. ബാ എന്നതാണ് ഫെയില്. ബാ മീൻസ് വിറ്റു. അപ്പോൾ ഒരു ഫായിൽ ഇവിടെ വെക്കണം. ഏത് പേരു, ഏതെങ്കിലും പേരോ എന്ത് വെച്ചാലും മതി. നമുക്കിവിടെ അത്താജിറു എന്ന് വെക്കാം. ബാ അത്താജിറു, കച്ചവടക്കാരൻ വിറ്റു. അടുത്തത് അൽ മുദരിസു എന്ന ഫായിൽ കൊടുത്തിരിക്കുന്നു, ഫെയില് എഴുതണം. ജാ അൽ മുദരിസു, അധ്യാപകൻ വന്നു. അടുത്തതും ഫായിൽ കൊടുത്തിരിക്കുന്നു, അൽ വലതു, കുട്ടി, ഫെയില് എഴുതണം. കത്തബൽ വലതു, കുട്ടി എഴുതി. ആറാമത്തെ ചോദ്യം, നുക്മിലുൽ മൻലൂമ, കവിത പൂരിപ്പിക്കാം. ഇവിടെ ട്രാഫിക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കവിതയാണ്. 2 വരികളുള്ള 3 കവിതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു കവിത, ഇതും മറ്റൊരു കവിത, ഈ അവസാനത്തെ 2 വരി മറ്റൊരു കവിത, അങ്ങനെ 3 കവിതകൾ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കവിത നോക്കാം. അഹ്മർ അഹ്മർ, ചുവപ്പ് ചുവപ്പ്, ഡേഷ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെഴുതണം എന്നുള്ളത് മറ്റുള്ള 2 കവിതകളിൽ നോക്കാം. രണ്ടാമത്തെ കവിതയിലും ഇവിടെയുള്ള ഭാഗം ഡേഷാണ്. മൂന്നാമത്തെ കവിതയിൽ ഇവിടെയുള്ള ഭാഗം ഹാദ അഖ്ലർ എന്ന് കാണുന്നുണ്ട്. ഇത് പച്ചയാണ്. അപ്പോൾ അതേ രൂപത്തിൽ നമുക്കിവിടെ എഴുതാം. അഹ്മർ അഹ്മർ, ചുവപ്പ് ചുവപ്പ്. ഹാദ അഹ്മർ, ഇത് ചുവപ്പാണ്. ഇങ്ങനെയാണ് നമ്മൾ കവിതകൾ പൂരിപ്പിക്കേണ്ടത്. താഴെയുള്ള വരികൾ നോക്കിയിട്ട് സെയിം വരിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതേ രൂപത്തിൽ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് എഴുതണം. ഔഖിഫ്, സ്റ്റോപ്പ് ചെയ്യൂ, നിർത്തൂ. ഹാദ ലൗനുൻ അഹ്മർ, ലൗനുൻ അഹ്മർ എന്ന് വെക്കുക. ഇത് ചുവന്ന നിറമാണ്, അപ്പോൾ വണ്ടി നിർത്തൂ. അടുത്ത കവിത അസ്ഫർ അസ്ഫർ, മഞ്ഞ മഞ്ഞ, ഡാഷ്. ഇവിടെ എന്ത് വെക്കാം? ഇവിടെ വെച്ചതുപോലെ ഹാദ അസ്ഫർ, ഇത് മഞ്ഞ നിറമാണ്. തഹയ്യ, തയ്യാറാവുക. ഹാദ ലൗനുൻ അസ്ഫർ, ഇത് മഞ്ഞ നിറമാണ്. മഞ്ഞ നിറം കത്തിയാൽ തയ്യാറാവണം. അടുത്തത് അഖ്ലർ ആണ് ഇവിടെ നിറം കൊടുത്തിരിക്കുന്നത്. ആ അഖ്ലർ ഇവിടെ എഴുതുക. അഖ്ലർ അഖ്ലർ, ഹാദ അഖ്ലർ, ഇത് പച്ച നിറമാണ്. ഫംഷി, അപ്പോൾ നീ പോവുക, വണ്ടി ഓടിക്കുക.
ഹാദാ ലോനുൻ അഹ്ലർ, ഇത് പച്ച നിറമാണ്. പച്ച നിറം കത്തിയാൽ വണ്ടി മുന്നോട്ടെടുക്കണം. ഇതാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ.